വെൽക്കം ടു അമേസിങ് കേരള കിച്ചൺ. നമ്മളിപ്പോൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് മത്തൻ കൊണ്ട് പായസം. ഇത് വളരെ സ്വാദിഷ്ടവും എളുപ്പവുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു 1/2 കിലോ മത്തൻ, പിന്നെ ശർക്കര, തേങ്ങ, ഏലക്ക, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഉപ്പ്, നെയ്യ്. നമ്മൾ ആദ്യമായിട്ട് മത്തൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. നമ്മൾ എടുക്കുമ്പോൾ നല്ല മൂത്ത മത്തൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു അടച്ചു വെക്കാൻ പറ്റുന്ന പാത്രത്തിലോ ഒരു പ്രഷർ കുക്കറിലോ കുറച്ച് വെള്ളം ചേർത്ത്, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി, അത് ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം. പിന്നെ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു 5 ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുക. പിന്നെ ഈ വെന്ത മത്തനിലേക്ക് നമുക്ക് സാവധാനം ശർക്കര പാനി ചേർക്കാവുന്നതാണ്. ഈ മത്തനിലെ വെള്ളം മുഴുവൻ വറ്റുന്നതായിരിക്കും നല്ലത്. ഈ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം മത്തൻ കുറച്ചൊന്ന് തുറന്ന് വെച്ച് തന്നെ കുറുകാൻ വേണ്ടി വെക്കുക. അതിനിടെ നമുക്ക് ഒരു തേങ്ങയുടെ പാല് പിഴിയാം. ഈ 1/2 കിലോ മത്തന് ഒരു തേങ്ങയുടെ പാല് മതിയാവും. ഞാൻ ഒരിത്തിരി വെള്ളം ചേർത്ത് ഒരു പ്രാവശ്യം മാത്രം പിഴിഞ്ഞ ആ പാലാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്. ഇതിന്ന് വെള്ളം വറ്റി വരാൻ ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് ആ പാലും തേങ്ങയുടെ പാലും മൊത്തം പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ചേർക്കുവാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ഇതിൽ ചേർത്തിട്ട് കുറുക്കിയെടുക്കാം. ഞാനിതിൽ അരിപ്പൊടി ചേർക്കുന്നില്ല. ഇതിനെ ഒന്ന് കുറുകി വരണം. അതിൽ ഒരു നുള്ള് ഉപ്പ് ചേർക്കുകയാണ്. ഒരു നുള്ള് മാത്രമേ ഇതിൽ പറ്റൂ പായസത്തിൽ. ഇത് നന്നായിട്ട് കുറുകി വന്നാൽ മാത്രമേ നമുക്ക് പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിൽ ആവശ്യമായ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പായസത്തിൽ ചേർക്കാവുന്നതാണ്. ഇതിൽ അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിൽ ചേർക്കുവാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്.